നാളെ സംസ്ഥാന വ്യാപകമായി SFI പഠിപ്പ് മുടക്കുകയാണ്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ കാവ്യവൽക്കരണത്തിൽ പ്രതിഷേധിച്ചാണ് ഈ പണിമുടക്ക്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ കാവ്യവൽക്കരണത്തിൽ പ്രതിഷേധിച്ചാണ് ഇത്. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല കാവ്യവൽക്കരിക്കപ്പെടാനും RSSന്റെ അജണ്ടയ്ക്ക് അടിയറവ് വയ്ക്കാനും ഗവർണറും RSS നിയമിച്ച വൈസ് ചാൻസലറും നടത്തുന്ന വിദ്യാർത്ഥി മതവിരുദ്ധ നിലപാടിനെതിരെയുള്ള പ്രക്ഷോഭമാണ് ഇന്നലെ കണ്ടതെന്ന് SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് M. ശിവപ്രസാദ് പറയുന്നുണ്ട്. അതായത് ഒരു സമരം പണ്ടത്തെ സമരവീര്യത്തിലേക്ക് അടിച്ചു തകർക്കലിലേക്കും SFIയെ കൊണ്ടെത്തിച്ചു എന്നതാണ്. കേരളത്തിലെ ജനങ്ങൾ ആവേശത്തോടെയാണ് SFI സമരങ്ങളെ കാണുന്നതെന്നും എന്നാൽ ഈ സമരങ്ങളെ തള്ളിക്കളയുന്ന സമീപനമാണ് കോൺഗ്രസും പ്രതിപക്ഷ നേതാവും സ്വീകരിക്കുന്നതെന്നും പറയുകയാണ് സഖാക്കൾ. ഇതിനിടയിൽ പ്രതിപക്ഷ നേതാവ് SFIയുടെ ഗുണ്ടാ വിളയാട്ടത്തെക്കുറിച്ച് പ്രതികരിച്ചിട്ടുണ്ട്. ഇന്നലെ സമരം എന്ന പേരിൽ സംസ്ഥാനത്തെ യൂണിവേഴ്സിറ്റികളിൽ SFI നടത്തിയത് ഗുണ്ടായിസമാണ്. ആ ഗുണ്ടായിസത്തിന് സർക്കാരും പോലീസും കൂട്ടുനിന്നു. എന്തിനു വേണ്ടി ആർക്കെതിരായിട്ടാണ് ഇന്നലെ സമരം നടത്തിയത്? യൂണിവേഴ്സിറ്റികളിലേക്ക് ഇരച്ചു കയറി യൂണിവേഴ്സിറ്റികളുടെ പ്രവർത്തനം മുഴുവൻ തടസ്സപ്പെടുത്തി അവിടെ ഉള്ള ജീവനക്കാരെ പലരെയും മർദ്ദിച്ച് അവിടെ പല ആവശ്യങ്ങൾക്കും വന്ന വിദ്യാർത്ഥികളെ മർദ്ദിച്ച് മുഴുവൻ തികഞ്ഞ ഗുണ്ടായിസമായിരുന്നു. പോലീസ് അതിന് കൂട്ടുനിൽക്കുകയാണ്. ആരോഗ്യവകുപ്പ് മന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമരം നടത്തുന്ന UDF പ്രവർത്തകരെ തെരഞ്ഞുപിടിച്ച് തലക്കടിക്കുന്ന പോലീസും SFI പ്രവർത്തകർക്ക് ഗുണ്ടായിസം കാണിക്കാൻ കൊടപിടിക്കുന്ന പോലീസും, ഈ രണ്ട് പോലീസിനെയാണ് കഴിഞ്ഞ ദിവസങ്ങളായി കേരളം കാണുന്നത്. CPM നേതാക്കന്മാർ SFIയെ നിയന്ത്രിക്കണം. കാരണം ആർക്കെതിരായിട്ടാണ് അവർ സമരം നടത്തിയത്? എന്താണ് ഈ സമരാഭാസം? എന്തിന്റെ പേരിലാണ് ഇത് നടത്തിയത്? യൂണിവേഴ്സിറ്റികളിലേക്ക് ഇരച്ചു കയറി നടത്തിയ ഈ സമരം നമുക്കറിയാലോ. അക്കാഡമിക് രംഗത്ത് നടക്കുന്ന പ്രശ്നങ്ങൾ ഗുരുതരമാണ്. 13 സർവകലാശാലകളിൽ 12 സർവകലാശാലകളിൽ സ്ഥിരം VC-മാരില്ല. അവിടെ മുഴുവൻ സിൻഡിക്കേറ്റും VC-മാരും തമ്മിൽ, താൽക്കാലിക VC-മാരും തമ്മിൽ ഭയങ്കരമായ പ്രശ്നമാണ്. കുഞ്ഞുങ്ങളാണ് ഇരകളായി മാറുന്നത്. വിദ്യാഭ്യാസം തന്നെ തകരുകയാണ്. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ അക്കാഡമിക് മൂല്യങ്ങൾ മുഴുവൻ നഷ്ടപ്പെടുകയാണ്. നിസാര കാര്യത്തിന് വേണ്ടി ഗവർണറും ഗവൺമെന്റും തമ്മിൽ ഏറ്റുമുട്ടുന്നതിന്റെ പേരിൽ ആകുന്നത് ഈ കേരളത്തിലെ കുഞ്ഞുങ്ങളാണ്. അത് അവസാനിപ്പിക്കാനുള്ള ഒരു നടപടി സ്വീകരിക്കാതെ പാർട്ടി സെക്രട്ടറി തന്നെ പോയി യൂണിവേഴ്സിറ്റിയിൽ പോയി ഈ സമരാഭാസത്തിന് പിന്തുണ കൊടുക്കുകയാണ്. എന്തിനാണ് കേരളത്തിലെ പോലീസ് ഈ തൊപ്പിയും വെച്ച് നടക്കുന്നത്? ഇത്രയും വലിയ വൃത്തികേട് ഇവര് കാണിച്ചിട്ട് പോലീസിന്റെ വടി വാങ്ങിച്ച് പോലീസിനെ തല്ലുകയാണ്. എന്നിട്ട് നോക്കി നിൽക്കുകയാണ് 100 പോലീസ്. നാണക്കേടാണ്. കേരളത്തിലെ അഭിമാനമായിരുന്നു കേരളത്തിലെ പോലീസ്. നാണക്കേടായി കേരളത്തിലെ പോലീസ് മാറിയിരിക്കുകയാണ് ഈ ഗുണ്ടകളെ നിയന്ത്രിക്കാൻ പറ്റാതെ. ഇത് അവസാനിപ്പിച്ചേ മതിയാവും. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് തകർത്ത് കുഞ്ഞുങ്ങളുടെ ഭാവി തകർക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഒരു കാരണവശാലും ഇത് അനുവദിക്കാൻ പാടില്ല. ഇത് തുടരാൻ പാടില്ല. ഇത് അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. RSSനെതിരെയുള്ള സമരം എപ്പോഴാണ് പ്രതിപക്ഷ നേതാവിന് ഗുണ്ടായിസമായത് എന്നാണ് SFI ചോദിക്കുന്നത്. VD സതീശന്റെ പ്രസ്താവന അപലപനീയമാണെന്നും തള്ളിക്കളയുമെന്നും SFI പറയുന്നു. അതായത് RSSനെ സതീശൻ ഭയക്കുന്നു എന്നാണ് SFI പറയുന്നത്. എന്തിനാണ് അത് എന്നറിയില്ല. നിങ്ങൾ തമ്മിലാണ് അന്തർധാര സജീവമായിട്ടുള്ളത്. RSSനെതിരെ സമരം ചെയ്യരുതെന്ന് KSUവിനെ പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുകയാണ് VD സതീശൻ എന്നും SFI പറയുന്നുണ്ട്. പക്ഷെ SFI പിടിച്ച പുലിവാല് അവിടെ ഒന്നുമല്ല. SFIക്കെതിരെ DGPക്ക് പരാതി നൽകിയിരിക്കുകയാണ് ഡോക്ടർ സിസ തോമസ്. ഓഫീസ് പ്രവർത്തനം തടസ്സപ്പെടുത്തിയെന്നും സർവകലാശാലയിലെ വസ്തുക്കളടക്കം ഉപകരണങ്ങളടക്കം വലിയ തോതിൽ നാശനഷ്ടങ്ങൾ വരുത്തിയെന്നും പരാതിയിൽ പറയുന്നുണ്ട്. അത് SFIയെ സംബന്ധിച്ച് പുതുമയുള്ള കാര്യമൊന്നുമല്ല. നിയമസഭയെ വരെ അടിച്ചു തകർക്കാൻ കരുത്തുള്ളവരാണ് അവരുടെ പിന്മുറക്കാർ എന്നുള്ളതാണ്. കുറ്റക്കാരെ കണ്ടെത്തി മേൽ നടപടികൾ സ്വീകരിക്കണമെന്നും സിസ തോമസ് പരാതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ ആരോപണങ്ങൾക്ക് ഇപ്പോഴത്തെ SFI പിന്നോട്ടില്ല. അതായത് ഇപ്പോഴൊന്നും SFI ഈ ആരോപണങ്ങളൊക്കെ സ്വീകരിച്ച് ഇങ്ങനെ നെഞ്ഞും വിരിച്ച് മുമ്പിൽ നിന്ന് നാളെ അങ്ങ് പഠിപ്പ് മുടക്കും. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അവർ ഉന്നയിക്കുന്ന മറ്റൊരു വാദം കൂടെയുണ്ട്. സിസ തോമസ് 4 ദിവസം സർവകലാശാലയിൽ വന്നിട്ട് എന്ത് ജോലിയാണ് ചെയ്തത്? തിരിച്ചൊരു ചോദ്യം, 9 വർഷം കൊണ്ട് എന്താണ് ചെയ്തത്? ജോലി തടസ്സപ്പെടുത്തി എന്നാണ് അവർ പറയുന്നത്. ആയിരക്കണക്കിന് ഫയലുകളാണ് കെട്ടിക്കിടക്കുന്നത്.
കേരള സർവകലാശാലയിൽ ജീവനക്കാരെ ജോലി ചെയ്യാൻ അനുവദിക്കാത്തത് സിസ തോമസും മോഹൻ കുന്നുമേലാണ് എന്നാണ് പറയുന്നത്. അതായത് RSS പറയുന്ന ഫയലുകളാണ് VC ഇപ്പോൾ ഒപ്പിടുന്നതെന്ന് ചുരുക്കം. ഇത് SFIയും ചാൻസലറും തമ്മിലുള്ള സമരമായി ആരും കാണരുത്. ഇത് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള സമരമാണ്. സംഘപരിവാർ മാധ്യമങ്ങൾ SFI സമരത്തെ വക്രീകരിക്കാൻ ശ്രമിച്ചാൽ അതിൽ തളരില്ല. അതായത് അവർ വെച്ച കാൽ മുന്നോട്ട് തന്നെയാണ്. ഒരു ഭരണ സ്വാധീനത്തിൽ സമരം ചെയ്ത സംഘടനയല്ല SFIയുടേത്. അത് ചരിത്രത്തിലും അങ്ങനെയാണ്. യോഗ്യത ഇല്ലാത്ത VC ആരായാലും തടയും. കേരള സർവകലാശാലയിൽ VC ആയി ഇരിക്കാൻ നിലവിലെ VCക്ക് യാതൊരു യോഗ്യതയുമില്ല. ഇത് വിദ്യാർത്ഥികളെയാണ് ബാധിക്കുന്നത്. നിരവധി ഫയലുകൾ സർവകലാശാലയിൽ കെട്ടിക്കിടക്കുന്നു. ഇതിലൊന്നും ഇടപെടാൻ VCക്കോ ആക്ടിംഗ് VCക്കോ കഴിഞ്ഞിട്ടില്ലെന്നും SFI പറയുന്നു. അപ്പോൾ 9 വർഷമായി പല മേശകളിലും ഇരിക്കുന്ന ഫയലുകൾ ഇനിയും നീങ്ങിയിട്ടില്ല. അപ്പോൾ ആരാണ് ഇനി സമരം ചെയ്യേണ്ടതെന്ന് SFI പറയണം. എന്തായാലും വിദ്യാഭ്യാസ മേഖലയിലെ ഗുണ്ടായിസം മാത്രമായാണ് പലരും ഈ SFI സമരത്തെയും പഠിപ്പ് മുടക്കൽ സമരത്തിന്റെ പ്രഖ്യാപനവും കാണുന്നത്.